ഹലോ അസ്സാമു അലൈക്കും നമസ്കാരം. വെൽക്കം ടു ടേൽസ് ഓഫ് നജു. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിയായിട്ടുള്ള ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ടേസ്റ്റിലുള്ള നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. പിന്നെ ഇതിലേക്ക് 8 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു ചോറ് നന്നായിട്ട് അരഞ്ഞ് കിട്ടാനുള്ള ആ ഒരു പാകത്തിനാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2.5 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചിട്ടുണ്ട് ജസ്റ്റ്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കുക. അപ്പോൾ ശർക്കര അലിയിച്ചെടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം സാദാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലവറിന് പകരമായിട്ട് മൈദയോ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഏതും എടുക്കാം. പക്ഷേ ഈ ഒരു അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പാലിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ശർക്കര ഒരു വിധമൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് അതൊരു കുറച്ച് കട്ടി പരുവത്തിലായി കിട്ടണം. ഇനി ഇതിലേക്ക് 2 ഏലക്കായുടെ കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ശർക്കര ഒന്ന് കട്ടിയായിട്ട് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ശർക്കര കുറുകി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുക. ചോറ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയും ചോറൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം ആക്കിയെടുക്കാനായിട്ട്. കാരണം കോൺഫ്ലവർ ഒഴിച്ച് കൊടുത്ത ശേഷം പെട്ടെന്ന് തിക്കായി വരും. അതുകൊണ്ട് തന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതൊന്ന് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് ബട്ടറോ ഗീയോ അല്ലെങ്കിൽ ഡാൽഡയോ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് പാനിൽ നിന്നും വിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഏതെങ്കിലും ഒരു നട്ട്സ് ചേർത്ത് കൊടുക്കുക. കാഷ്യൽ നട്ട്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കിണ്ണത്തപ്പത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരു കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിലേക്ക് കടലയാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പിളർത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എള്ളൊക്കെ ഓപ്ഷണലാണ്, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ തന്നെ മാറ്റി വയ്ക്കുക. അപ്പോൾ തന്നെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ചോറ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ആരും പറയില്ല, കാരണം അത്രക്കും ടേസ്റ്റാണ്. പിന്നെ ഇത് തണുപ്പിച്ചിട്ടും കഴിക്കാം. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.